പെയർവൈസ് ഇൻഡിപെൻഡൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മൾ കണ്ടു രണ്ട് ഇവൻറ്റ്സ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മളെപ്പം പറയുണ്ടായിരുന്നു. ഇഫ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ക്യാൻ ബി റിട്ടേൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിൽ നമുക്ക് പറയാം ദ ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും അല്ലേ. തിരിച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് കിട്ടിയാൽ നമുക്ക് ദേ ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് കൂടി പറയും. അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പെയർവൈസ് ഇൻഡിപെൻഡൻസ് എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത് കുറേ ഇവൻറ്റ്സ് ഉണ്ട് വിചാരിക്കും, രണ്ടിലധികം, അതായത് A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന N ഇവൻറ്റ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്. കുറേ ഇവൻറ്റുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ എപ്പോഴാണ് പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ രണ്ടെണ്ണം വീതം എടുത്താൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ പി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എന്നെടുത്താൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എങ്ങനെയായിട്ട് എഴുതാൻ പറ്റണം? പ്രോഡക്റ്റ് ഓഫ് ദി പ്രോബബിലിറ്റി പി ഓഫ് A1 ഇൻറ്റു പി ഓഫ് A2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. ഇപ്പോൾ ഏത് രണ്ടെണ്ണം എടുത്താലും ഇപ്പോൾ പി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A3 എന്നെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കണം? പി ഓഫ് A1 ഇൻറ്റു പി ഓഫ് A3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ടെണ്ണം വീതം എടുത്താൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അങ്ങനെ ഏത് പി ഓഫ് A2 ഇൻ്റർസെക്ഷൻ A3 എന്ന് വന്നാൽ പി ഓഫ് A2 ഇൻറ്റു പി ഓഫ് A3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ദ ഇവൻറ്റ്സ് A1 A2 എക്സെട്ര AN ആർ പെയർവൈസ് ഇൻഡിപെൻഡൻറ്റ്. ഓർ ഇൻ ജനറൽ നമ്മൾ പറയും പി ഓഫ് AI ഇൻ്റർസെക്ഷൻ AJ. ഇപ്പോൾ A1 A2 എന്നൊക്കെ പകരം എടുക്കുന്നതിന് പകരം ഞാൻ A1 AI AJ എന്ന് എടുക്കുന്നു. ദർ ക്യാൻ ബി റിട്ടേൺ ആസ് പി ഓഫ് AI ഇൻറ്റു പി ഓഫ് AJ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. വേർ I is equal to 1 2 3 up to n, J is equal to 1 2 3 up to n. പക്ഷെ നമുക്ക് നോക്കണം, ഇവിടെ ഐയും ജെയും തുല്യമാവാൻ പറ്റില്ല അല്ലേ. A1 ഇൻ്റർസെക്ഷൻ A1 ഇസ് A1 തന്നെയാണ്. അപ്പം I നോട്ട് ഈക്വൽ ടു ജെ കൂടി എഴുതണം. അപ്പോൾ ഈ രണ്ടെണ്ണം വീതം എടുത്താൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു പെയർ വീതം എടുത്താൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും ദ ഇവൻറ്റ്സ് ആർ പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയത് പെയേഴ്സായിട്ട് എടുക്കുമ്പോൾ ദേ ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഇനി നമുക്ക് നോക്കാം എപ്പോഴാണ് ഇവർ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അതേമാതിരി നമ്മുടെ അടുത്ത് കുറേ ഇവൻറ്റ്സ് ഉണ്ട്. A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന N ഇവൻറ്റ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇവരെ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് എപ്പോഴാണ് പറയുന്നത്? മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവരെ രണ്ടുപേരെ എടുത്താൽ ഇൻഡിപെൻഡൻ്റ് ആവണം. രണ്ടെണ്ണം വീതം എടുത്താൽ ഇൻഡിപെൻഡൻ്റ് ആവണം. അതായത് ഇപ്പോൾ പി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എന്നെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കണം? പി ഓഫ് A1 ഇൻറ്റു പി ഓഫ് A2 എന്ന് എഴുതാൻ പറ്റണം. അതുമാതിരി ഏത് രണ്ടെണ്ണം വീതം എടുത്താലും അത് ആൻഡ് ഏത് മൂന്നെണ്ണം എടുത്താലും, അതായത് ഇപ്പോൾ പി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 എന്നെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? പി ഓഫ് A1 ഇൻറ്റു പി ഓഫ് A2 എക്സെട്ര ഇൻറ്റു പി ഓഫ് A3 എന്ന് എഴുതാം. എക്സെട്ര എന്നല്ല, പി ഓഫ് A1 ഇൻറ്റു പി ഓഫ് A2 ഇൻറ്റു പി ഓഫ് A3 എന്ന് എഴുതാൻ പറ്റണം. അങ്ങനെ എത്ര എണ്ണം വീതം എടുക്കുകയാണെങ്കിലും അവരെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയി എഴുതാൻ സാധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ദേ ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. അതായത് നമ്മൾ പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അവിടെ പെയർവൈസ് ഇൻഡിപെൻഡൻസ് എന്തായാലും വന്നിരിക്കണം. രണ്ടെണ്ണം വീതം എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, മൂന്നെണ്ണം വീതം എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നാലെണ്ണം വീതം എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, n എണ്ണം എല്ലാം ഒന്നിച്ചെടുക്കുകയാണെന്ന് വെച്ചാലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ പറയുക ദ ഇവൻറ്റ്സ് ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതാണ് പെയർവൈസ് ഇൻഡിപെൻഡൻസും മ്യൂച്വൽ ഇൻഡിപെൻഡൻസും തമ്മിലുള്ള വ്യത്യാസം. അടുത്തായിട്ട് നമ്മളൊരു തിയറം നോക്കുകയാണ്. മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ് ഇംപ്ലൈസ് പെയർവൈസ് ഇൻഡിപെൻഡൻസ് ബട്ട് ദ കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. അതായത് രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവർ പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എത്ര ഇവൻറ്റുകൾ എടുത്താലും അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ രണ്ടെണ്ണം വീതം എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആവണം. ദാറ്റ് മീൻസ് ദേ ആർ പെയർവൈസ് ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ പറയുള്ളൂ? ഈ രണ്ടെണ്ണം മാത്രം എടുത്താൽ ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. മൂന്നെണ്ണം എടുത്താൽ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല, നാലെണ്ണം എടുത്താൽ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് പറയുന്നില്ല. അപ്പം പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് ആയാൽ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. നേരെ മറിച്ച് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയാൽ അത് ഉറപ്പായിട്ടും എന്ത് ഉദ്ദേശിക്കുന്നുണ്ട്? ദേ വിൽ ബി പെയർവൈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ തിയറം. അപ്പോൾ നമ്മളതിനെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ സാമ്പിൾ സ്പേസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് S is equal to സെറ്റ്
നമുക്ക് എ ബി സി ഡി എന്ന് എടുക്കാം. സെറ്റ് എ ബി സി ഡി ഇതാണ് എൻ്റെ സാമ്പിൾ സ്പേസ് ഉള്ളത്. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ എലിമെൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഇവൻറ്റ് എ? എ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 4 ഔട്ട്കംസ് ആണുള്ളത്. എക്ക് ഫേവറബിൾ ആയിട്ട് ഒരു കേസ്, അപ്പോൾ 1/4 ആണ്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഇവൻറ്റ് ബി? that is also element b എന്താണ്? that is also 1/4 അല്ലേ? and what is probability of c? that is also 1/4 and probability of d that is also 1/4. അപ്പോൾ ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന 4 എലിമെൻറ്റ്സ് ആണ് എൻ്റെ സാമ്പിൾ സ്പേസിലുള്ളത്. എല്ലാ എലിമെൻറ്റ്സിനും ഓരോ എലിമെൻറ്റ് ഒറ്റയ്ക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/4 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഞാനൊരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. 3 ഇവൻറ്റ്സ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, എ ഈസ് ഈക്വൽ ടു സെറ്റ് എ കോമ ബി, എയും ബിയും. ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് എ കോമ സി ആണ്. ആൻഡ് സി എന്ന് പറയുന്ന ഇവൻ്റായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എ കോമ ഡി ആണ്. ഇങ്ങനെ ഞാൻ 3 ഇവൻറ്റുകളെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? അതിനനുസരിച്ച് നമുക്ക് പറയാമല്ലോ, വാട്ട് ഈസ് പി ഓഫ് എ? പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എ എന്താണ്? എ എന്ന് പറഞ്ഞ ഇവൻറ്റിൽ എത്ര എലിമെൻറ്റ്സ് ആണുള്ളത്? 2 എലിമെൻറ്റ്സ് ആണുള്ളത്. ടോട്ടൽ എത്ര എലിമെൻറ്റ്സ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ് ഉള്ളത്? 4 ആണ്. വാട്ട് ഈസ് പി ഓഫ് എ? പി ഓഫ് എ ഈസ് ഈക്വൽ ടു 2/4 അല്ലെങ്കിൽ 1/2 എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് പി ഓഫ് ബി? പി ഓഫ് ബി ഈസ് ഓൾസോ 2/4 അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് 1/2. ആൻഡ് പി ഓഫ് സി എന്താണ്? ദാറ്റ് ഈസ് അഗെയിൻ 2/4 വിച്ച് ഇസ് 1/2. അതായത് ഈ എ ബി സി എന്ന് പറയുന്ന ഓരോ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ് അല്ലേ? ഇപ്പം ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? വാട്ട് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റിനെ നമ്മൾ എഴുതുകയാണ്. അതേതാണ്? സെറ്റ് എ, ഒരൊറ്റ എലിമെൻറ്റേ ഉള്ളൂ. what is that is probability of set അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെറ്റ് എക്കുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/4 ആണ്. അപ്പോൾ അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്കുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/4 ആണ്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് നോക്കാം. വാട്ട് ഈസ് പി ഓഫ് എ? ദറ്റ് ഈസ് 1/2. വാട്ട് ഈസ് പി ഓഫ് ബി? വിച്ച് ഈസ് 1/2. അപ്പോൾ ആൻസർ എന്താണ്? 1/4. അതായത് ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി is equal to P of A into P of B. അതായത് എ ഇൻ്റർസെക്ഷൻ ബിനെ 2 വീതം എടുത്തപ്പം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എടുത്തപ്പം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കിട്ടും. നമ്മൾ ഇതേമാതിരി പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കാൻ ഞാൻ എയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കും. അതുമാതിരി ബിയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുത്തിട്ട് ഇതേപോലെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണു? പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ആണ് ഞാൻ നോക്കുന്നത്. വാട്ട് ഈസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി? ഇറ്റ് ഈസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്, ദറ്റ് ഈസ് എ. വാട്ട് ഈസ് പി ഓഫ് എ? ദറ്റ് ഈസ് 1/4. അതുമാതിരി വാട്ട് ഈസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി? ഓരോ ഇവൻറ്റുകളുടെയും പ്രോബബിലിറ്റി 1/2 ആണ്. ദർഫോർ ദറ്റ് ഈസ് 1/2 ഇൻറ്റു 1/2 വിച്ച് ഈസ് 1/4. അപ്പോൾ എനിക്ക് എന്ത് പറയാം? പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് പറയാം. സിമിലർലി നമുക്ക് എന്തും കൂടി പറയാം, ഇതേമാതിരി എഴുതിയിട്ട് നമുക്ക് കാണിക്കാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എടുക്കുകയാണെങ്കിൽ എക്കും സിക്കുള്ള ഇൻ്റർസെക്ഷൻ ഏതാണ്? കോമൺ ആയിട്ട് എ തന്നെയാണ്. അതിൻ്റെ പ്രോബബിലിറ്റി 1/4 ആണെന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി എന്ന് നമുക്ക് ഇതേപോലെ കാണിക്കും. അതായത് എനിക്ക് തന്നിരിക്കുന്ന 3 ഇവൻറ്റുകൾ നമ്മൾ പറഞ്ഞു ദേ ആർ പെയർ വൈസ് ഇൻഡിപെൻഡൻറ്റ്. ഇതാ 1, 2, 3 ഈ 3 കണ്ടീഷൻ 2 പേരെ എടുത്തപ്പോൾ നമ്മൾ കണ്ടു ദേ ആർ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കുകയാണ് പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇവർ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കും. അപ്പോൾ ഇവിടെ 3 ഇവൻറ്റുകളാണുള്ളത്, എയും ബിയും സിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 3 പേരുടെ ഇൻ്റർസെക്ഷൻ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ഓക്കെയാണ്. അപ്പോൾ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ 2 വീതം എടുത്താൽ ഇൻഡിപെൻഡൻ്റ് ആവണം, 3 വീതം എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആവണം. കാരണം ഇവിടെ മാക്സിമം 3 ഇവൻറ്റുകളേ ഉള്ളൂ അല്ലേ? അപ്പോൾ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ 2 കേസ് ശരിയാണ്. ഇനി 3 ഞാൻ എടുത്താൽ നോക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്താണ് വരുന്നത് നോക്കാം. അതായത് ഞാൻ നോക്കുന്നത് എയിലും ബിയിലും സിയിലും ഒന്നായിട്ട് കോമൺ ഉള്ള ആൾ ഏത് തന്നെയാണ്? എ തന്നെയല്ലേ? അപ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് എ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് സെറ്റ്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെറ്റ് എ? നമ്മൾ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 1/4 അല്ലേ? ഇനി നമുക്ക് നോക്കാം അത് തന്നെയാണോ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പി ഓഫ് എ എന്താ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? 1/2 ആണ്.
പി ഓഫ് ബി എന്താണ് 1/2 ആണ്. പി ഓഫ് സി എന്താണ് 1/2. അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എന്ന് വന്നു, വിച്ച് ഇസ് 1/8. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഏതിന് തുല്യമായിട്ട് വന്നിട്ടില്ല? ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. അപ്പോൾ ഇവർ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണോ? മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ 2 എണ്ണം വീതവും ഇൻഡിപെൻഡൻ്റ് ആവണം. അതിനൊപ്പം തന്നെ 3 ഇവൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ 3 എണ്ണം വീതം എടുത്താലും ഇൻഡിപെൻഡൻ്റ് ആവണം. ദെർഫോർ these events A, B, C are not mutually independent. They are not mutually independent. They are only pairwise independent. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.2, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 0.1. ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി ആൻഡ് പി ഓഫ് ബി ഗിവൺ എ. കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എ ഗിവൺ ബി എന്താണ്? ബൈ ഡെഫിനിഷൻ നമുക്കറിയാം പി ഓഫ് എ ഗിവൺ ബി ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? ദിസ് ഇസ് 0.1 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി വിച്ച് ഇസ് 0.2. 0.1 divided by 0.2, that is 1/2, which is 0.5. അങ്ങനെയാണ് പി ഓഫ് എ ഗിവൺ ബി. ഇനി പി ഓഫ് ബി ഗിവൺ എ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ പി ഓഫ് ബി ഗിവൺ എയുടെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ which is equal to P of A intersection B is 0.1 divided by P of A is 0.5. So this is equal to 1/5 എന്നാണ് വരിക, which is 0.2. അടുത്തത് given P of A is equal to 2/3, P of B is equal to 4/9, P of A intersection B is equal to 8/27. Check whether A and B are independent. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കണം. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബിയും ഇൻഡിപെൻഡൻസ് നമുക്ക് എന്ത് ചെയ്യാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അല്ലേ? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം അല്ലേ? അപ്പം നമുക്ക് നോക്കാം what is P of A into P of B here. This is equal to P of A എന്ന് പറഞ്ഞാൽ 2/3 ആണ്, ഇൻറ്റു P of B എന്ന് പറഞ്ഞാൽ എത്രയാ? 4/9 ആണ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷനുകളെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ 2 × 4 8, 3 × 9 27. This is 8/27 എന്ന് കിട്ടി. That is equal to P of A intersection B അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് എന്ന് നമുക്കിവിടെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ട്രൈ ഇൻഡിപെൻഡൻ്റ്ലി ഓൺ എ പ്രോബ്ലം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ടാളുകൾ ഒരു പ്രോബ്ലം ചെയ്യാൻ ട്രൈ ചെയ്യാണ്. പ്രോബബിലിറ്റി ദാറ്റ് എ വിൽ സോൾവ് ദ പ്രോബ്ലം ഇസ് 3/4 ആൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബി വിൽ സോൾവ് ദ പ്രോബ്ലം ഇസ് 4/7. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോബ്ലം വിൽ ബി സോൾവ്, ദ പ്രോബ്ലം വിൽ നോട്ട് ബി സോൾവ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അതായത് ഒരാൾ പ്രോബ്ലം ചെയ്യുന്നത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അവർ നോക്കിയിട്ടായിരിക്കില്ല ചെയ്യുന്നുണ്ട്. അവർ രണ്ടാളും രണ്ടറ്റത്തിരുന്ന് പ്രോബ്ലം എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 3/4. അപ്പോൾ നമുക്ക് ഇവൻറ്റുകൾക്ക് പേര് കൊടുക്കാം. നമ്മൾ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സോൾവ്സ് ദ പ്രോബ്ലം. എ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം? എ എന്ന പേരുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. ബി എന്ന പേര് ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്? ബി സോൾവ്സ് ദ പ്രോബ്ലം അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പേരുകൾ കൊടുത്തു രണ്ട് ഇവൻറ്റുകൾക്ക്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് എ എന്താണ്? എ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദറ്റ് ഈസ് 3/4. വാട്ട് ഈസ് പി ഓഫ് ബി? ബി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 3/7.
അപ്പം ഇത്ര കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടി അറിയാം, ദേ ആർ ഇൻഡിപെൻഡൻ്റ്ലി സോൾവിങ് ദ പ്രോബ്ലം. അതായത് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ഈ കാര്യം കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത്ര കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് പ്രോബ്ലം വിൽ ബി സോൾവ്? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് പ്രോബ്ലം വിൽ ബി സോൾവ്. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. പ്രോബ്ലം വിൽ ബി സോൾവ്. എപ്പോഴാണ് പ്രോബ്ലം സോൾവ് ആവുക? രണ്ടാളുകൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അത് സോൾവ് ആകുക എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടുന്നത് അറ്റ്ലീസ്റ്റ് ഒരാൾ സോൾവ് ചെയ്താൽ കിട്ടിക്കൂടെ? ഒന്നില്ലെങ്കിൽ എ ആവാം, അല്ലെങ്കിൽ ബി ആവാം, അല്ലെങ്കിൽ ബോത്ത് ആവാം അല്ലേ. അപ്പം പ്രോബ്ലം വിൽ ബി സോൾവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചുരുങ്ങിയത് ഒരാളെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ദാറ്റ്, ചുരുങ്ങിയത് ഒരാളെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ്സ് ദ പ്രോബ്ലം. ചുരുങ്ങിയത് ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി, നമ്മൾ പറയും പ്രോബ്ലത്തിന് ആൻസർ കിട്ടി അല്ലേ. അപ്പം വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ? അറ്റ്ലീസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വണ്ണിനെ നമ്മളെ ലാംഗ്വേജിൽ, പ്രോബബിലിറ്റിയുടെ ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വണ്ണിന് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് കാണേണ്ടത് പി ഓഫ് എ യൂണിയൻ ബി ആണ് ഇവിടെ കാണേണ്ടത് അല്ലേ. വാട്ട് ഈസ് പി ഓഫ് എ യൂണിയൻ ബി? അത് നമുക്ക് പറഞ്ഞു തരുന്നത് എഡീഷൻ തിയറമാണ്. എഡീഷൻ തിയറം പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി എന്താണെന്നാണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാണ് നമുക്ക് പി ഓഫ് എ യൂണിയൻ ബിനെ എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു കാര്യം കൂടി അറിയാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എയും ബിയും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ദേ ആർ ഇൻഡിപെൻഡൻ്റ്ലി സോൾവിങ് ദ പ്രോബ്ലം. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ എഴുതുന്നു? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ പി ഓഫ് എയും പി ഓഫ് ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 3/4. പി ഓഫ് എ ഇസ് 3/4 പ്ലസ് പി ഓഫ് ബി ഇസ് 4/7 അല്ലേ, മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 3/4 ഇൻറ്റു 4/7. അപ്പം നമുക്കിവിടെ 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരിക ഇവിടെ? 3/7 അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 3/4 പ്ലസ് 4/7 മൈനസ് ഇവിടെ 4ഉം ക്യാൻസൽ ചെയ്തപ്പം 3/7. 3 ഫ്രാക്ഷൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ രണ്ടെണ്ണം വീതെടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഈ രണ്ടെണ്ണത്തിന് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം അവരുടെ ഡിനോമിനേറ്ററുകൾ തുല്യമാണ്. അപ്പോൾ 4/7 മൈനസ് 3/7 ഇസ് 1/7 അല്ലേ. പിന്നെ ഇവിടെ ആരുണ്ട്? 3/4. 3/4 പ്ലസ് 1/7. ഇവർ ഡിഫറെൻ്റ് ആയ ഡിനോമിനേറ്ററാണ്, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. 3 into 7 21 plus 1 into 4 divided by 4 into 7, this 28, or this is 25/28. അപ്പോൾ ചുരുങ്ങിയത് ഒരാളെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്താൽ പ്രോബ്ലം സോൾവ് ആയി. അതിനുള്ള പ്രോബബിലിറ്റി നമുക്ക് എത്രയാണ് കിട്ടിയത്? ദറ്റ് ഈസ് 25/28. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ പ്രോബബിലിറ്റി ദാറ്റ് പ്രോബ്ലം വിൽ നോട്ട് ബി സോൾവ്. പ്രോബ്ലം വിൽ നോട്ട് ബി സോൾവ്. പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടുപേര് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എയും നോക്കുന്നുണ്ട്, ബിയും നോക്കുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒപ്പം തന്നെ ആൻഡ് ബിക്കും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം എ സോൾവ് ചെയ്തതിനെ നമ്മൾ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ എ സോൾവ് ചെയ്യാതിരിക്കുന്നതിനെ ഞാൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എ കോംപ്ലിമെൻറ്റ്. അവർ ബി സോൾവ് ചെയ്യുന്നതിനെ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ബി സോൾവ് ചെയ്യാതിരിക്കുന്നതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ബി കോംപ്ലിമെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് നൺ സോൾവ്സ് ദ പ്രോബ്ലം. ആരും പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല, രണ്ടാർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ആരും സോൾവ് ചെയ്യില്ല. പ്രോബബിലിറ്റി ഓഫ് നൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എയും സോൾവ് ചെയ്തിട്ടില്ല, ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ഇൻ്റർസെക്ഷൻ അല്ലേ. ബിയും സോൾവ് ചെയ്തിട്ടില്ല, ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മളൊരു ട്രാൻസ്ലേഷൻ നടത്താൻ ആദ്യം അറിയണം. ഈ പറഞ്ഞ കാര്യത്തിന് നമ്മളെ ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതണം അല്ല. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ
എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റീനെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ആരാണ് എ ഡിയും ബി ഡിയും സ്ഥാനത്ത്? എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്? നമുക്കറിയാം പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ തന്നിരിക്കുന്നത്? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 3/4 ആയിരുന്നു അല്ലേ? അപ്പോൾ വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്? 1 മൈനസ് പി ഓഫ് എ ആണ് അല്ലേ? വിച്ച് ഈസ് 1 മൈനസ് 3/4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 4 മൈനസ് 3/4 വിച്ച് ഈസ് 1/4. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റിൻ്റെ സ്ഥാനത്ത് 1/4 എന്ന് എഴുതി. അതുമാതിരി വാട്ട് ഈസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്? ഇറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ബി അല്ലേ? വിച്ച് ഈസ് 1 മൈനസ് 4/7, or this is equal to 7 minus 4 whole divided by 7, or 7 minus 4 are 3/7. അപ്പോൾ ഇൻറ്റു 3/7 എന്നാണ് വരുന്നത്. വിച്ച് ഈസ് 3 divided by 28. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇൻ എ സ്വിമ്മിംഗ് റേസ് the odds in favor of A's winning are 2 to 3 and odds against B's winning are 1 to 4. Find the probability that A or B wins the race. ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് റേസ് ആണ്, എയും ബിയും ആണ് മത്സരിക്കുന്നത് അല്ലേ? അപ്പോൾ എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്നുള്ള രീതിയിലല്ല ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എസ് വിന്നിങ് ആൻഡ് ഓഡ്സ് എഗെയിൻസ്റ്റ് ബീസ് വിന്നിങ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വിവരങ്ങൾ തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കാണേണ്ടത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഓർ ബി വിൻസ് ദ റേസ്. അപ്പോൾ നമുക്ക് ഇവൻറ്റുകൾക്ക് പേര് കൊടുക്കാം. അപ്പോൾ ലെറ്റ് എ ഇസ് ഈക്വൽ ടു, എ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറഞ്ഞ ആള് വിൻ ചെയ്യുക, എ വിൻസ് എന്നുള്ളതിന് ഞാൻ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ബി എന്ന് പറഞ്ഞ ഇവന്റ് കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ബി വിൻസ്. ബി എന്ന് പറഞ്ഞ ആൾ വിന്ന് ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഴുതേണ്ടത് എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ദറ്റ് ഈസ് പി ഓഫ് എ എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അവർ പി ഓഫ് ബി എന്താണ് എന്നും തന്നിരിക്കുന്ന വിവരത്തിൽ നിന്ന് നമ്മൾ എഴുതണം അല്ലേ? അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എസ് വിന്നിങ് ആർ 2 to 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ 2 കേസുകളിൽ എ ജയിക്കുകയും 3 കേസുകളിൽ എ തോൽക്കുകയും ചെയ്യുമെന്നാണ് അർത്ഥം. 2 to 3 ആണ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എസ് വിന്നിങ് എന്ന് പറഞ്ഞാൽ ഇൻ 2 cases എ വിൽ വിൻ ആൻഡ് ഇൻ 3 cases എ വിൽ ലൂസ് അല്ലേ? അതായത് ടോട്ടൽ അപ്പോൾ എത്ര കേസുകളാണ്? 2ഉം 3ഉം അല്ലെ 5 കേസുകളാണുള്ളത്. അപ്പോൾ 2 കേസുകളിൽ ഇവിടെ എഴുതാം, 2 കേസുകളിൽ എ വിന്ന് ചെയ്യും ആൻഡ് 3 കേസുകളിൽ എ ലൂസ് ചെയ്യും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ടോട്ടൽ 5 cases. അപ്പോൾ എ വിൻ ചെയ്യാനുള്ള ഫേവറബിൾ കേസസ് എത്രയാണ്? 2 കേസുകളാണ് അല്ലെ? 5 കേസുകളിൽ. അപ്പോൾ പി ഓഫ് എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ് വിന്നിങ് ഇസ് 2/5. അപ്പോൾ ഈ ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. 2 കേസുകൾ ഫേവറബിൾ ആണ്, 3 കേസുകൾ ഫേവറബിൾ അല്ല അല്ലെ? അതുമാതിരി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഓഡ്സ് എഗെയിൻസ്റ്റ് ബീസ് വിന്നിങ് ആർ 1 to 4 എന്നാണ്. ഇവിടെ ഓഡ്സ് എഗെയിൻസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു കേസിൽ ബി എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനെതിരായിട്ടുള്ളതാണ്, ലൂസ് ചെയ്യാനുള്ള ലൂസ് ചെയ്യുന്ന കേസുകളാണ്. ആൻഡ് 4 കേസുകളിൽ എന്ത് ചെയ്യും? ബി വിന്നും ചെയ്യും. അപ്പോൾ ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എഴുതിയത് എഗെയിൻസ്റ്റ് ആയിട്ടും ആൻഡ് രണ്ടാമത് എഴുതിയിട്ടാണ് ഫേവർ ആയിട്ടുള്ളത് അല്ലെ? ഓഡ്സ് ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്ന നമ്പർ ഫേവർ ആയിട്ടും രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താണ്? എഗെയിൻസ്റ്റ് ആയിട്ടുമാണ് ഉള്ളത്. ഇവിടെ 1 to 4 ആണ് ഓഡ്സ് എഗെയിൻസ്റ്റ് ബീസ് വിൻ. അപ്പോൾ ടോട്ടൽ എത്ര കേസുകളാണ് അവിടെ ഉള്ളത്? ടോട്ടൽ ഇവിടെ 5 കേസുകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ അതിൽ ഒരു കേസിൽ ബി ലൂസ് ചെയ്യും ആൻഡ് 4 കേസുകളിൽ ബി വിന്ന് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ബീസ് വിന്നിങ് ഇസ് 4/5. ഇത് രണ്ടും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അപ്പോൾ പ്രോബബിലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഓർ ബി വിൻസ് ദ റേസ്. അപ്പം പി ഓഫ് എ ഓർ ബി ആണ് കാണേണ്ടത്. എ വിൻസ്
or B wins. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം ഓർ എന്ന് പറയുന്നതിന് നമ്മൾ പ്രോബബിലിറ്റിയുടെ ഭാഷയിൽ നമ്മൾ എങ്ങനെ എഴുതുക, യൂണിയൻ വെച്ചിട്ടാണ് എഴുതുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ്? നമുക്ക് എഡിഷൻ തിയറം പറഞ്ഞു തന്നുണ്ട്. ദാറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പൊ ഇവിടെ പി ഓഫ് എ നമുക്ക് അറിയാം, പി ഓഫ് ബി അറിയാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയും വിന്ന് ചെയ്യുക ആൻഡ് ബിയും വിന്ന് ചെയ്യുക അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി എ വിന്ന് ചെയ്യുന്നത് ബിനെ ഒരിക്കലും ബാധിക്കില്ല. ദേ ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി which is equal to P of A എത്രയാണ്? P of A is 2/3 അല്ലേ, 2/5 plus P of B is 4/5 minus P of A into P of B, 2/5 into 4/5. This is equal to 2/5. ഈ രണ്ട് ഫ്രാക്ഷൻസ് നോക്കാം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 5 ആണ് അല്ലേ. അപ്പോൾ 2/5 പ്ലസ് 4/5 is 6/5 മൈനസ് ഇപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ 2 into 8, 2 into 4 8 ഡിവൈഡ് ബൈ 5 into 5 25 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 25 എന്ന് പറയുന്നത് LCM ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ 25 എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും? 25 into 6/5 ദാറ്റ് ഈസ് 30 മൈനസ് 8 എന്ന് പറയും, which is equal to 23 divided by 25. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A speaks truth in 70% cases and B speaks truth in 85% cases. In what percentage of cases are they likely to contradict each other in stating the same fact? അപ്പോൾ ഇവിടെ രണ്ടാളുകളാണ് എയും ബിയും അല്ലേ. അപ്പോൾ എ സത്യം പറയുന്നത് എത്ര ശതമാനം കേസുകളാണ്? 70% കേസുകളിലാണ്. ബി എന്ന് പറഞ്ഞ ആള് സത്യം പറയുന്നത് 85% കേസുകളിലാണ്. അപ്പം നമുക്ക് ആദ്യം അതിനെ നമുക്ക് എടുത്തിട്ട് എഴുതാം. അപ്പം നമ്മൾ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എ പറഞ്ഞ ലെറ്റർ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കാൻ പോകുന്നത് എ സ്പീക്സ് ട്രൂത്ത്, എ സത്യം പറയുക എന്നുള്ളതിനെയാണ് ഞാനിവിടെ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ്? എ എന്ന് പറഞ്ഞാൽ നുണ പറയുക, അതായത് എ ലൈസ്, കള്ളത്തരം പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? എ കോംപ്ലിമെൻ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതുമാതിരി ബി എന്ന് പറഞ്ഞ ഇവൻ്റ് കൊണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ബി സ്പീക്സ് ട്രൂത്ത്, ബി സത്യം പറയുന്നതിനെയാണ് ഞാൻ ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ബി കോംപ്ലിമെൻറ്റ്? ബി ലൈസ്, ബി നുണ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ബി കോംപ്ലിമെൻ്റ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവൻറ്റുകൾക്കൊക്കെ പേര് കൊടുത്തു വെച്ചു. അപ്പോൾ എയും ബിയും ഉണ്ട്. അത് കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കാം. അപ്പം എ എത്ര ശതമാനം കേസുകളിലാണ് സത്യം പറയുന്നത്? എ സത്യം പറയുന്നത് 70% കേസുകളിലാണ്. അപ്പോൾ എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 70%. ദറ്റ് ഈസ് 70/100 വിച്ച് ഈസ് ഈക്വൽ ടു 0.7 അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചൂടെ? വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്? നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്? ഇറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ, ദറ്റ് ഈസ് 1 മൈനസ് 0.7 എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു 0.3. അപ്പോൾ നമുക്ക് പി ഓഫ് എ കിട്ടി. എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി അറിയാം, എ നുണ പറയാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. സിമിലർലി വാട്ട് ഈസ് പി ഓഫ് ബി? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബി സ്പീക്സ് ട്രൂത്ത് ഇൻ 85% കേസസ്. അപ്പം ബി പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് 85 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഇസ് ഈക്വൽ ടു 0.85. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻറ്റ്? ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി, ദറ്റ് ഈസ് 1 മൈനസ് 0.85 which is equal to 0.15. അപ്പോൾ ആ പ്രോബബിലിറ്റീസ് നമുക്ക് കിട്ടും.
ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ്റെ നമുക്ക് ആവശ്യമുള്ള പാർട്ട് എന്താണ്? ഇൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ആർ ദേ ലൈക്ലി ടു കോൺട്രഡിക്റ്റ് ഇൻ സ്റ്റേറ്റിംഗ് ദ സെയിം ഫാക്ട്. അപ്പോൾ ഇവിടെ ഒരു പെർസെൻറ്റേജ് ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കാണൽ കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി കാണുക, ഇൻറ്റു 100 ചെയ്താൽ മതി. പക്ഷേ എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്? അവരോട് ചോദിച്ചിരിക്കുന്നത് ഇൻ വാട്ട് പെർസെൻറ്റേജ് ആർ ദേ ലൈക്ലി ടു കോൺട്രഡിക്റ്റ് ഈച്ച് അതർ. അതായത് എയും ബിയും പറയുന്ന കാര്യങ്ങൾ വിരുദ്ധമായിട്ട് പറയുക. അതായത് എ സത്യം പറയുമ്പോൾ ബി നുണ പറയുകയും അല്ലെങ്കിൽ ബി സത്യം പറയുമ്പോൾ എ നുണ പറയുകയും, അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ വരിക എന്ന് പറയും. വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത് ഇനിയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ വരിക എന്ന് പറയുന്നത്. അപ്പം ഞാൻ നോക്കുന്നത് എപ്പോഴാണ് കോൺട്രഡിക്ഷൻ വരുന്നത് അല്ലേ. അപ്പം പ്രോബബിലിറ്റി ഓഫ് കോൺട്രഡിക്ഷൻ വരാനുള്ള സാധ്യത എന്താണ്? കോൺട്രഡിക്ഷൻ അല്ലേ. അപ്പോൾ എപ്പോഴൊക്കെയാണ് കോൺട്രഡിക്ഷൻ വരിക? പ്രോബബിലിറ്റി ദാറ്റ് എ സ്പീക്സ് ട്രൂത്ത്, എ സത്യം പറയുക, ആൻഡ് ബി ലൈസ്, ബി നുണ പറയുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോൺട്രഡിക്ഷൻ വന്നില്ലേ, രണ്ടുപേരും വിരുദ്ധമായി, ഒരാൾ സത്യം പറഞ്ഞു മറ്റേയാൾ നുണ പറഞ്ഞു, ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാം. അല്ലെങ്കിൽ ഓർ മറ്റൊരു തരത്തിൽ എന്താണ് കോൺട്രഡിക്ഷൻ വരിക? എ ലൈസ്, എ എന്ന് പറഞ്ഞാൽ നുണ പറയുന്നു, ആൻഡ് ബി സ്പീക്സ് ട്രൂത്ത്, ബി സത്യം പറയുക. അപ്പോഴും ഒരു കോൺട്രഡിക്ഷൻ വന്നു, ബി സ്പീക്സ് ട്രൂത്ത് അല്ലേ. ഇതാണ് കോൺട്രഡിക്ഷൻ വരാനുള്ള സാധ്യത. അപ്പം നമ്മൾ ഈ ലാംഗ്വേജിൽ എഴുതിയത് ഇപ്പം നമ്മൾ പ്രോബബിലിറ്റിയുടെ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് ആദ്യം എഴുതുക. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ സ്പീക്സ് ട്രൂത്ത്, അത് നമ്മൾ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇടുക? ഇൻ്റർസെക്ഷൻ ബി ലൈസ്, ബി നുണ പറയുക എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻറ്റ്. ഓർ എന്നാണ് അടുത്ത് വരുന്നത്. ഓറിന് നമുക്കറിയാം നമ്മൾ യൂണിയൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ലൈസ്, എ നുണ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എ കോംപ്ലിമെൻറ്റ്, ആൻഡ് ഇൻ്റർസെക്ഷൻ ബി സ്പീക്സ് ട്രൂത്ത്, ബി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? കോൺട്രഡിക്ഷനുള്ള പ്രോബബിലിറ്റി എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഇവിടെ എന്താണ്? എ സത്യം പറയുന്നു, ബി നുണ പറയുന്നു. അല്ലെങ്കിൽ അല്ലേ, എ നുണ പറയുന്നു, ബി സത്യം പറയുന്നു. ഈ രണ്ടെണ്ണത്തിനും കൂടി ഒന്നിച്ചൊക്കറിയാൻ പറ്റുമോ? എ സത്യം പറയുക, ഇവിടെ എ നുണ പറയുക, ബി സത്യം പറയുക, ബി നുണ പറയുക, എല്ലാം കൂടി ഒന്നിച്ചൊക്കറിയോ? ഒന്നില്ലെങ്കിൽ ഈ ഇവൻ്റ് ഒക്കെ അറിയും, അല്ലെങ്കിൽ ഈ ഇവൻ്റ് ഒക്കെ അറിയും. ഈ രണ്ട് ഇവൻറ്റുകൾക്ക് ഒന്നിച്ചിട്ട് ഒരേ സമയത്തൊക്കെ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇവൻറ്റ്സിന് നമ്മൾ എന്താ പറയുക? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അപ്പോൾ നമുക്ക് സൈഡിൽ എഴുതി വയ്ക്കാം, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് നമുക്കറിയാം. രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് പറയാം പി ഓഫ് എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഇവിടെ എക്കും ബിക്കും പകരം ചെറിയ കുറച്ച് വ്യത്യസ്തമാണ്. എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയുമാണ്. സിൻസ് ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ദറ്റ് ഈസ് ദേ കനോട്ട് ഒക്കർ അറ്റ് ദ സെയിം ടൈം, നമുക്ക് എന്തെഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, യൂണിയനെ പ്ലസ് ആക്കി എഴുതാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി. ഇങ്ങനെയാണ് കോൺട്രഡിക്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിപ്പം ഈ ഇവൻറ്റുകൾ എ സത്യം പറയുന്നു, ബി നുണ പറയുന്നു, ദേ ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. നമുക്ക് ആലോചന അറിയാം അല്ലേ? അതുമാതിരി എ നുണ പറയുന്നു, ബി സത്യം പറയുന്നു, ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി അല്ലേ? ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസ് നമുക്കറിയാം. പി ഓഫ് എ ഇസ് 0.7, പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇസ് 0.15 പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 0.3 ആൻഡ് പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.85 അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. നമുക്ക് നോക്കാം എന്താ ആൻസർ വരാൻ പോകുന്നതെന്ന്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ആൻസർ 0.36 ആണ്.
എന്താ കിട്ടുന്നത്? 0.36 ആണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടിയിരിക്കുന്നത്. നമ്മളോട് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിക്വയേർഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി, ദറ്റ് ഈസ് 0.36 ഇൻറ്റു 100, ദറ്റ് ഈസ് 36%. അപ്പം 36% കേസുകളിൽ എയും ബിയും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറയും. ഒന്ന് സത്യം ഒന്ന് നോണിയും മാറി മാറിയിട്ട് പറയും ഈ 36% കേസുകൾ.